കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നതിൽ എല്ലാം ഈ ഉടമ്പടി ബേസ്മെന്റ് പകുതി മുക്കാലും ദൈവദാനമാണ്. പക്ഷെ ഇത് ദൈവദാനമായതുകൊണ്ട് തന്നെ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കാരണമാണ് നിന്നെ പൊക്കിൾ കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു, ഉപ്പ് പെരട്ടാൻ ആരുമില്ലായിരുന്നു, അതുപോലെ തന്നെ നിൻ്റെ പിള്ളക്കച്ച പൊതിയാൻ ആരുമില്ലായിരുന്നു. ഞാൻ നിൻ്റെ അടുത്ത് കൂടെ പോയെന്ന്, അതാണ് വിഷയം. ഞാൻ നിൻ്റെ അടുത്ത്. ഈ അനുഗ്രഹത്തിൻ്റെ ഒരു കൾച്ചർ, അതായത് ഒരു അന്തരീക്ഷം എന്ന് പറയണത് ഒരു pH ലെവലെന്ന് നമ്മൾ പറയത്തില്ലേ. മത്സ്യങ്ങളൊക്കെ ഇടുമ്പോൾ വെള്ളത്തിനൊരു pH ലെവലുണ്ട്. അതുപോലെ ഒരു pH ലെവൽ അനുഗ്രഹത്തിനുണ്ട്. അതെന്ന് പറയണത് ദൈവത്തിന് 100% നിങ്ങളെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സംജാതമാക്കുന്നതിനാണ് വിനീത അവസ്ഥ എന്ന് പറയണത്. ഇത് വളരെ കരുതലോടും ജാഗ്രതയോടും വിനീതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ അഹങ്കാരികൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും വേണ്ടത് നമ്മുടെ സ്വഭാവത്തിനാണ്. കാര്യം ദൈവിക സ്വഭാവത്തിലേക്ക് ഇത് പോകത്തുള്ളൂ. ഇപ്പം ദിവ്യയുടെ കാര്യം പറഞ്ഞില്ലേ, ദിവ്യയുടെ അവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ദിവ്യയുടെ ഉള്ളിൽ എവിടെയോ അഹങ്കാരത്തിൻ്റെ ഒരു കണയെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. റഡാറിൽ പിടിക്കണില്ല. സാധാരണ റഡാറിൽ പിടിക്കാത്ത അഹങ്കാരമുണ്ട് കുറേ ആൾക്കാർക്ക്. അങ്ങനെ ഒരു റഡാറിൽ പിടിക്കുക. ഒരു സ്പിരിച്വൽ ഫാദേഴ്സിനും ഇത് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന അഹങ്കാരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യണത് കാണാം. ദിവ്യ അങ്ങനെ ഒരു സംഭവമാണ്. ഈ ആള് GNM ആണ്. ഈ GNM ആണെങ്കിലും ഇവർ GNM അപ്പൻ എന്താ പറഞ്ഞിരിക്കണേ? 15 ലക്ഷം രൂപ കടമുണ്ട്. അതല്ലേ അപ്പം പറഞ്ഞിരിക്കണേ? അപ്പോൾ അനിയത്തിയെ പഠിപ്പിക്കണം. ഇനി കാലണ വീട്ടിലില്ല, നീ പഠിത്തം നിർത്തുക, പണിക്ക് പോവുക. അതല്ലേ അപ്പൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ അവളുടെ ഉള്ളിൽ റീസൺ പറയുന്നുണ്ട്, ഈ GNMൻ്റെ 30,000 രൂപ കൊണ്ട് വീട്ടിലെ കടം മാറാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, അവൾക്ക് കല്യാണം കഴിച്ച് പോകാനും പറ്റത്തില്ല. അപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ. അവൾ പറഞ്ഞത് ഈ മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ പഠിച്ച്. പക്ഷെ പഠിക്കാൻ കാശില്ല. അവൾക്കൊരു ആഗ്രഹമുണ്ട്. എന്താ സംഭവം? ജർമ്മനി പോകണമെന്നുള്ളത്. മനുഷ്യന്മാർക്കൊക്കെ ഈ ആഗ്രഹം തന്നെ എന്തുകൊണ്ടാണ്? വീടിൻ്റെ അവസ്ഥ അവർ നേരിട്ട് കാണുന്നത് കൊണ്ടാണ്. ഞാൻ ജർമ്മനി പോയാൽ 10 പൈസ കിട്ടിയാൽ മാത്രമേ കുടുംബം രക്ഷപ്പെടത്തുള്ളെന്ന്. അപ്പോൾ അത് കൊണ്ട് അവൾ എപ്പോഴും ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് സൂക്ഷിക്കും. പക്ഷേ ആഗ്രഹം മനസ്സിൽ വെക്കണമെങ്കിൽ നമുക്ക് ഈ ആഗ്രഹത്തിന് ആനുപാതികമായിട്ടുള്ള ആത്മീയത ഉണ്ടാകണം. ആഗ്രഹം നല്ലതാണ്, പക്ഷേ ആഗ്രഹത്തിന് ആനുപാതികമായ ആധ്യാത്മികത ഉണ്ടാകണം. അത് ഇവൾക്കില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇവളുടെ അമ്മ കുറച്ച് ഭേദമാണ്. അമ്മ പറയും, എടി ഇപ്പം കൃപാശ്രമം എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്, നീ അതെടുത്ത് ചെല്ലാൻ പറയും. അപ്പോൾ ഒരു കാര്യം, ഈ ട്വിസ്റ്റിങ് തന്നെ കണ്ടില്ലേ? പക്ഷേ ഇവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? ചില പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മാതാവില്ലേ, മാതാവ് എല്ലായിടത്തും ഒരുപോലെ അല്ലേ, അങ്ങനെയുള്ള വൃത്തികെട്ട ഡയലോഗൊന്നും പാസ്സാക്കണില്ല. അതൊക്കെ അത് ബോധമില്ലാത്ത ഡയലോഗല്ലേ അതൊക്കെ. ദൈവം എല്ലായിടത്തും
ഒരുപോലെയാണ് എല്ലാ സ്ഥലത്തെയും വെക്കണത്. എന്നാ പറഞ്ഞ എല്ലാ സ്ഥലവും പിന്നെ ലൂർദ് പോലെ ആയി വരത്തില്ലേ? അങ്ങനെയല്ലല്ലോ. ഒരു ലൂർദ്, ഒരു വേളാങ്കണ്ണി, ഒരു കൃപാസനമൊക്കെ ഉള്ളു. അതൊക്കെ വളരെ ഒരു രാജ്യത്ത് 1-2 ഉണ്ടാകത്തുള്ളൂ ദൈവം ഇടപെടുന്ന സ്ഥലം. അപ്പം ദൈവത്തിന് അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹവും അതിൻ്റെ പരിചരണമൊക്കെ അതിൻ്റെ പ്രത്യേകതയായിരിക്കും. അത് ദൈവം ചെയ്യണ കാര്യങ്ങളാണത്. ദൈവം ചെയ്യണ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ അതിൻ്റെ അകത്ത് വല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലേ അത്. പിന്നെ എന്നോട് ദൈവം കാണിച്ചൊരു കാരുണ്യം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് മുതലേ കുഞ്ഞുനാൾ മുതലേ 2 വയസ്സ് മുതലേ മാതാവിൻ്റെ രൂപം കഴുകി വെള്ളം കുടിക്കുന്ന ആളാണ്. വീട്ടിലെ മെയിൻ പരിപാടി അതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ രൂപം ലൂർദ് മാതാവിൻ്റെ രൂപമാണ്. അത് ആണ് ഞാൻ അപ്പൻ എല്ലാ 2-ാം മാസം കൂടുമ്പോൾ തെങ്ങ് കയറുമ്പോൾ കരിക്കും വെള്ളത്തിൽ ആ രൂപം കഴുകും. കഴുകിയിട്ട് ഞങ്ങളെല്ലാവരെയും കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കും. മൊത്തം പൊടിയാണത്. കാരണം പഴയ വീടല്ലേ, വീട്ടിലിരിക്കുന്ന രൂപത്തിൽ പെട്ടുന്ന പൊടിയാണ് ഈ 2-ാം മാസം വെള്ളം കഴുകി കുടിപ്പിക്കണത്. അപ്പം നിങ്ങളത് കണ്ടാമിനേഷനാണ്, അണുക്കളാണെന്നൊക്കെ പറയും. അപ്പനി അത് അണുക്കളില്ല അതിൻ്റെ അകത്ത് മാതാവിൻ്റെ ചൈതന്യമേ ഉള്ളൂ. കാര്യം വിശ്വാസത്തിൻ്റെ കണ്ടുകൊണ്ടാണ് അപ്പൻ കാണുന്നത്. അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം കോഴി കയറി ആ രൂപം തല്ലി താഴെയിട്ട് പൊട്ടിപ്പോയി. പിറ്റേ ദിവസം അപ്പൻ കിടപ്പായി. ആ കിടന്ന കിടപ്പിൽ മരിച്ചും പോയി. പോകാൻ പോകുന്ന ദിവസം ഒരു നവംബർ 23-ാം തീയതി അപ്പം പറഞ്ഞു, അമ്മ ബോധമില്ല. 23 ദിവസം ബോധമില്ല. അവസാനം അമ്മ 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 എന്ന് വിളിച്ച ദിവസം അപ്പൻ്റെ അമ്മ അന്ന് 90 വയസ്സുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആൻറ്റിമാർ കൊണ്ടുവന്ന് അപ്പൻ്റെ അമ്മയെ കാണിക്കും. ദേ അച്ചായ അമ്മ. അപ്പം കണ്ണുറക്കണില്ല, അപ്പന് ബോധമില്ലല്ല. ഞാൻ 5 തെങ്കിലും ധ്യാനിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് അമ്മ എന്നോട് പറഞ്ഞു, അത് അപ്പൻ്റെ അമ്മയല്ല വന്നത്, ഞാനാ വന്ന് നിൻ്റെ അപ്പനെ കൊണ്ടുപോകുന്നത്. എന്താ കാര്യം? അപ്പൻ്റെ ജീവിതവും ഇതുപോലെ ശനിയാഴ്ച ജീവിതമാണ്. എല്ലാ ദിവസവും എന്നെ വിളിച്ച് പള്ളിയിൽ പോകാൻ നേരത്തിന് കൊന്ത എടുത്ത് കൊടുക്കണം, കണ്ണടയും കൊന്ത എടുത്ത് കൊടുക്കണം. ആ കൊന്ത അപ്പം മരണം വരെ ഉപയോഗിച്ച നീലക്കൊന്ത മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കൃപാസനം കൊന്ത അല്ലേ ഉപയോഗിക്കണത്. അപ്പൻ ഉപയോഗിച്ചിരുന്ന നീലക്കൊന്ത മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം തൃശ്ശിനാപ്പള്ളി പട്ടാളത്തിൽ 2-ാം ലോക മഹായുദ്ധത്തിന് അവർ ഹൗസ് കീപ്പർ, ഈ സ്റ്റോർ കീപ്പറായിരുന്നു. തിരിച്ചു പോരുമ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് പോകുന്നത് ഈ രൂപമാണ്, ഈ ലൂർദ് മാതാവിൻ്റെ. അത്രയും അമ്മയുമായി ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിലാണ് ഞങ്ങളെല്ലാം വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ ലൂർദിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചു, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്. അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിൽ കോഴി മറിച്ചിട്ട അതേ രൂപം ഞാൻ ലൂർദിൽ കണ്ട് ആ രൂപം മേടിച്ചുകൊണ്ട് പോന്നു. ഇനി തിരിച്ചു കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിക്കണം. ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കണ ഓരോ കാര്യവും അതിൻ്റെ പിന്നിലെല്ലാം ആക്സിഡൻ്റലായിട്ടൊന്നും സംഭവിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ളൊരു ആത്മബന്ധമുണ്ട്. നിങ്ങൾ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, ജപ്തി, കുടുംബത്തിലെ കേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകാമെങ്കിലും അതിനല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഉടമ്പടി എടുപ്പിച്ചിരിക്കണത്. എന്തിനാണ്? ദൈവവുമായിട്ട് ഈ ആത്മബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആത്മബന്ധത്തിൽ അടിക്കടി ഒരു വളർച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കീപ്പ് ചെയ്യണമെങ്കിൽ കർത്താവ് നിങ്ങളെ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവസാനം വരെ സംരക്ഷിക്കും. ദൈവത്തിനുമായിട്ട് നമുക്കൊരു സ്പെക്കുലേറ്റീവ് റിലേഷൻസ് ഇമ്പോസിബിളാണ്. ദൈവവുമായിട്ട് ഒരു സ്പെക്കുലേറ്റീവ് റിലേഷൻസ്, ആശയപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് റിലേഷൻ സാധ്യമല്ല. ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ, നോട്ട് ഒരു A+B² എന്ന് പറഞ്ഞ പോലെ ഒരു ഓൾജിബ്ര ഇക്വേഷൻ അല്ല ദൈവം. ദൈവം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ബന്ധമല്ല, ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ബന്ധമല്ല നമ്മളുമായിട്ടുള്ളത്. ദൈവമായിട്ടുള്ളത് ആത്മബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അതിനൊരു ഉടമ്പടി ജീവിതം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അമ്മ മാതാവേ,
നന്ദി യേശുവേ നന്ദി. പുണ്യ ദേവാലയത്തിൽ അമ്മ ദർശനം നൽകിയ ഈ പുണ്യ ദേവാലയത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്കൊരു +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു അസുഖം വന്ന് ഛർദി, നിൽക്കാതെയുള്ള ഛർദി, ആഹാരം കഴിക്കുമ്പോൾ അവൾക്ക് ദഹിക്കാതെ ഛർദിയായിരുന്നു. ഞാനിങ്ങനെ ഓരോ ആശുപത്രി വഴിയും കൊണ്ടുപോകുമ്പം ഗുളിക തന്ന് വീട്ടിലേക്ക് വിടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതണം, അവൾ പരീക്ഷ എഴുതാതെ സാധിക്കുകയില്ല, അതുകൊണ്ട് അമ്മ മാതാവ് ഈ ഛർദി ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാറ്റി കൊടുക്കുമ്പം ഞാൻ വന്ന് അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഇവള് +2 പരീക്ഷ ആനുവൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇവള് ഛർദി കഴിഞ്ഞാണ് തലേദിവസം രാത്രി ഛർദി കഴിഞ്ഞാണ് ഇവർ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച അമ്മയോട്, എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിന് ഛർദിയോ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അവൾ പൂർണ്ണമായിട്ടും എക്സാം എഴുതി അവൾ വീട്ടിൽ തിരിച്ചു വരണം, ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ സമയം അവളും പരീക്ഷ എഴുതി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമുണ്ടായില്ല അമ്മച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ആശുപത്രി ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാൻ കൊണ്ടുപോകുന്ന ആശുപത്രി അവൾക്ക് പൂർണ്ണമായിട്ടും ഇത് മാറാനുള്ള ഇത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അതിനുള്ള അവസരം ഞാൻ മാതാവ് എനിക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി, അവളുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഉപ്പും തൈലവും ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് അത് അവളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അവൾക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു, അവൾക്ക് തലവേദന. ആ തലവേദന ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ ഞാൻ ആ തൈലം എടുത്ത് കുരിശ് വരച്ച് 3 പ്രാവശ്യം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ മൈഗ്രെയിൻ്റെ തലവേദന അവൾക്ക് കണ്ണട വെക്കാൻ ഇഷ്ടമില്ല, കണ്ണട വെക്കാതെ ഈ അമ്മ തന്നെ മാറ്റി തരണമെന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം അവൾക്ക് തലവേദന മാറിക്കിട്ടി. അത് കഴിഞ്ഞ് 2022 അവൾ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മാനെ അമ്മച്ചിയുടെ ഒരു 5 പൈസ പോലും ഇല്ല, നീ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്ക് നേഴ്സിങ്ങിന് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ, എൻ്റെ കുഞ്ഞിന് ഈ നേഴ്സിങ്ങിനല്ലാതെ വേറെ ഒരു പഠിത്തത്തിനും പോകത്തില്ല, അവളെ കാണുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് താർന്നു. ദൈവമേ, ഞാൻ എന്നെ ഈ കേൾക്കുന്നത് അമ്മ തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്ന 200 രൂപയായിട്ട് ഞാൻ പോയി, ഇവളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനൊരു കടയിൽ ചെന്ന് ചോദിച്ച്, ചേട്ടാ ഞാൻ ചോദിക്കുന്ന ഒരു സാധനം എനിക്ക് തരാമോ, എന്താണെന്ന് ചോദിച്ചു. എനിക്ക് 2 ബെഡ്ഷീറ്റ് തരണമെന്ന് പറഞ്ഞ്. അത് എന്നത്തിനെന്ന് വെച്ച് എൻ്റെ കൊച്ചിന് നേഴ്സിങ്ങിന് പോകാനായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും മേടിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞു. നേരെ ചേട്ടൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഇത് തരാം. ഞാൻ പറഞ്ഞാൽ ഇതിവിടെ വെച്ചേരും, ഞാൻ വേറെ ഒരു കട വരെയും പോയിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെന്തിനാ എത്രയിലാണ് പഠിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ +2 പഠിത്തം കഴിഞ്ഞ് അവൾക്ക് നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞ്, ഇവൾക്കുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം മേടിക്കണം, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നീ ഒന്നും വിഷമിക്കേണ്ട, ഇവൾക്കുള്ള സാധനം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു 100 വട്ടം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അമ്മേനെ പ്രാർത്ഥിക്കുക, അമ്മേനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നെ ഒന്നും മിണ്ടാത്ത, ഇവൾക്കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നീ എന്നാ ഒന്നും മിണ്ടാത്ത. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം ഒരു ട്രോളി ബാഗ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇവൾക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും അതിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചേച്ച് ഇവളോട് ചോദിച്ചു, നിനക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു. അന്നേരം ഇവൾ ചിരിച്ചുകൊണ്ട് ഇവൾ മിണ്ടാതെ നിൽക്കുക. അതിനുള്ള പൈസ ഞാൻ ഇട്ട് തരാം, നീ ധൈര്യമായിട്ട് പോയി പഠിച്ചു വരാൻ പറഞ്ഞു. അത് വാങ്ങി തിരിച്ച് ഇറങ്ങി ഞാൻ വഴി നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കടയുടെ വാതിൽക്ക് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ നോക്കിയപ്പം എന്നോട് നീ ഇങ്ങ് വരാൻ പറഞ്ഞ് ഞാൻ കയറി ചെന്ന്, നീ ഇന്ന ആളുടെ മകളല്ലേ, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേച്ച് ചോദിച്ചു. നീ ഇന്ന ആളുടെ അതെ, നീ അന്നേരം മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ മാസ്ക് ഒന്ന് താത്തിക്കെന്ന് പറഞ്ഞ് ഞാൻ താത്തി. നേരത്തേക്ക് പറഞ്ഞു, ഇവൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവൾ +2 കഴിഞ്ഞ് ഇവൾ നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. ഇവൾക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. നീ പൈസ ഒന്നും തരണ്ട, നിനക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് നീ എടുത്തോളാൻ പറഞ്ഞ്. അവിടുന്ന് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടിയായിട്ടും ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കയറി വീടിൻ്റെ അടുത്തൊരു ഇവിടെ സ്കൂളിൻ്റെ അടുത്ത്
ഒരു കടയിൽ കയറി. ഇവർ സ്ഥിരം കയറുന്നതാണ്, നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുന്ന കടയിൽ. ആ ചേച്ചിയും പറഞ്ഞു, നീ എന്തിനു പോകാനായിട്ട് നിനക്ക് പ്ലാൻ? നേഴ്സിങ്ങിന് പോകാൻ. നിനക്കെല്ലാം മേടിച്ചോ? ഇല്ല ചേച്ചി, 2-3 ഡ്രസ്സും കൂടെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, അത് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, നീ ഇന്ന കടയിലേക്ക് ചെല്ലും, ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം നിൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തോളാൻ ആ കടയിലെ ചേട്ടനും പറഞ്ഞു. അങ്ങനെ എല്ലാം തന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസമുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് കൊണ്ടാക്കാൻ. അന്നേരം ഇവിടെ കൂട്ടുകാരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് രഹന ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു. ഇല്ലടി എന്ന് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കിട്ടി, എല്ലാം സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എല്ലാം റെഡിയാക്കി. എല്ലാം റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പിള്ളേരും അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞാനും എൻ്റെ മോളുമായിട്ട് എന്നിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളതിന് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ പാസ്സാക്കിയിട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ കൊച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് സാറ് പറഞ്ഞ്, ബാങ്കിൽ നിന്ന് സാറ് പറഞ്ഞ് മോളെ വിളിച്ചോണം, ഒപ്പിടാൻ വിളിച്ചോണം എന്ന് പറഞ്ഞ്. ഞാൻ കൊച്ചവിടുത്തെ സർട്ടിഫിക്കറ്റായിട്ട് ബാങ്കിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിന് കൊടുത്ത രേഖകളും ഒന്നുമില്ല. അന്നേരം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മറ്റേ സാറ് ഇരുന്നപ്പോഴത്തേക്കാണല്ലോ ഞാൻ ഇവിടെ വന്ന് പാസ്സാക്കിയത്, എന്നാൽ നിങ്ങളുടെ രേഖകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സാറിനോട് ഉടനെ പറഞ്ഞു, സാറേ എന്നെ പിച്ചാത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാകുന്ന അവസ്ഥയായ ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ഈ പറയുന്നത്? എന്നാലും ഈ കൊച്ചു പറഞ്ഞു, അമ്മച്ചി ഇനി ഞാൻ മരിച്ചാൽ മതി, ഇനി എനിക്ക് നേഴ്സിങ്ങിനും പോകണ്ട, ഒന്നും പോകണ്ട, എല്ലാം പോട്ടെ എന്നിവിടെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാനെ ഇതിനൊരു പരിഹാരമുണ്ട്. ഞാൻ അവിടെ നിന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ഇനി ഒരു വഴി എനിക്കില്ല, ഇനി ഞാനും എൻ്റെ മക്കളും പോയി ചത്താൽ മതി എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ അമ്മ മനസ്സിൽ തോന്നിച്ചു, നീ എന്തിനാ വിഷമിക്കുക, നീ നേരെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരാൻ ഞാനില്ലേ എന്നെൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോകാം, അതിനുള്ള വഴി നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചു, എന്ത് വഴിയാണ് അമ്മച്ചി എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ പുറകെ നടന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചി വയ്യാതെ കിടക്കുക. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇന്നതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട് മാനേ എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് നീങ്ങണം, തടിയെല്ലാം വെട്ടിയിട്ട് നീ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അതിനുള്ള വഴി എനിക്ക് തന്ന് അത് ഞാൻ അടച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാമത്തെ വർഷത്തെ ഫീസ് എനിക്ക് അടയ്ക്കണം. അന്ന് ഞാൻ ഒരു വ്യക്തിയോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സാറേ കൊച്ചിന് പരീക്ഷയാണ്, ഫീസ് അടയ്ക്കാതെ അവർ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ആ ചേച്ചി പൊക്കോ, ചേച്ചി അഡ്രസ്സും അവളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പരും തന്നാൽ മതി, ഞാൻ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാമെന്ന് പറഞ്ഞു. പരീക്ഷ അപ്പം ഞാൻ എന്നോട് തെരുതെരെ വിളിച്ച് പറയുക, സാറ് തെരുതെരെ ചോദിക്കുക, അമ്മച്ചി ഫീസ് ചോദിക്കുക, അത് കാരണം എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, ഞാനങ്ങ് തിരിച്ചു വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനേ നീ വരല്ലേ, സാറ് പൈസ ഇട്ട് തരും, ഞാൻ ചെന്ന് ചോദിച്ച ആൾ നിനക്ക് പൈസ ഇട്ട് നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ അന്നേ ദിവസം ആ ദിവസം ഈ കൊച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതിന് ഹോൾ ടിക്കറ്റ് എല്ലാ പിള്ളേർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിന് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, എല്ലാ പിള്ളേർക്കും കിട്ടി, അമ്മേ പൈസ ഇല്ലാതെ അവളെ എക്സാം എഴുതിക്കുകയെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ എൻ്റെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1,07,000 രൂപ അവൾക്ക് അടയ്ക്കാനുള്ള ഫീസ്, 1,07,000 രൂപ അവൾക്ക് ഫീസ് കൊടുത്തു. എന്നെ അന്നേരം വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഫീസ് വന്നമ്മച്ചി എന്ന് പറഞ്ഞു, എനിക്ക് പൈസ വന്നമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഇത് കൊടുത്ത് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ 1000 നന്ദി അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ ചങ്കെ കൈ വെച്ച് ഞാൻ അമ്മേനെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ എക്സാം എഴുതി പാസ്സായി. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിനെ നല്ല മാർക്കോടുകൂടി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്. ഇപ്പോൾ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, നല്ല മാർക്കോടുകൂടി തന്നെ അവൾ ജയിച്ച്. അത് കഴിഞ്ഞ് 3ാമത്തെ പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ എനിക്ക് കൊച്ചിന് എക്സാം എഴുതാനെങ്കിൽ ഫീസ് വേണം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാർ എന്നോട് പറഞ്ഞ്, ചേച്ചി പേടിക്കേണ്ട, അവൾ എക്സാം എഴുതും, ഒരു കുഴപ്പമില്ല, ചേച്ചി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് അവളുടെ അക്കൗണ്ടിലേക്ക് 1,10,000 ശിഷ്ടം രൂപ അവളുടെ അക്കൗണ്ടിൽ കയറിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി
മൂന്നാമത് ഈ എക്സാമിനും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറി. ഇപ്പോഴെനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. ഈ പരീക്ഷ എഴുതിക്കോ അമ്മച്ചി പറയും. എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ മുട്ടുമേ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അന്ന് പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ കമ്പനിയിലാണ് പണിയുന്നത്. ഞാൻ കമ്പനിയിൽ പോകുമ്പം എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് എന്ത് ചോദിച്ചാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥന, അമ്മയോട് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ ദിവസം മുഴുവൻ എനിക്ക് അമ്മയോട് യേശുവിനോട് പ്രാർത്ഥന, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ അമ്മയോട് പറയും, അമ്മേ സഞ്ചാരി മാതാവേ, അമ്മ വേഗം ചെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ഓരോരുത്തർക്കും നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് എഴുതാൻ സാധിക്കണേ. നല്ല ഉത്തരങ്ങൾ അവരെ നല്ല ബുദ്ധി അവർക്ക് തെളിച്ചു കൊടുത്ത് നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് കൊടുക്കണേ. അവർ നല്ല ഉത്തരങ്ങൾ മാത്രം അവർ പേപ്പറിൽ എഴുതാവുള്ളൂ. നല്ല മാർക്കോട് കൂടി ജയിക്കണേ. അവിടെ കൂടുതൽ പഠിച്ച എല്ലാ മക്കൾക്കും നല്ല പോലെ മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിച്ചു. അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി നല്ല മാർക്കോട് കൂടി ഞങ്ങളെല്ലാവരും ജയിച്ച് ഞങ്ങൾ പാസ്സായി അമ്മച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി, യേശുവിനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറഞ്ഞു. ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയോട്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോളും, അവളും പഠിക്കുന്നത് BSc നേഴ്സാണ്. അവൾ 3ാമത്തെ വർഷം. അവൾ ആദ്യത്തെ വർഷം പരീക്ഷ എഴുതുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ നല്ല മാർക്കോട് കൂടി അവളുടെ കൂട്ടത്തിൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ലപോലെ മാർക്ക് കിട്ടണേ, നല്ലതായിട്ട് ജയിക്കണേ. എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി. അവൾ BSc നേഴ്സിന് അവൾ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷയും റിസൾട്ട് വന്നപ്പം നല്ലപോലെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു അവൾക്ക് മാർക്ക് കിട്ടി. അവൾ ജയിച്ച് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എപ്പോഴും അവരുടെ കയ്യിൽ ഞാൻ തൈലം കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും കൊടുക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകാമെന്ന്. അമ്മയുടെ കാശ് രൂപവും അമ്മയുടെ ഉപ്പും അമ്മയുടെ തൈലവും ഞാൻ കൊടുത്തു. അത് കൈ പിടിച്ചുകൊണ്ടാണ് അവർ എക്സാമിന് പോകുന്നത്. ആ എക്സാമിൽ അവർ ഒരിക്കലും പിന്നോക്കം നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് അമ്മയോട് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ഉറപ്പുമുണ്ട് അവർ ജയിക്കുന്നു. ഞാൻ അമ്മയോട്, ഇതാണ് എൻ്റെ സാക്ഷി, ഞാൻ അമ്മയോട് ഞാൻ ധ്യാനം കൂടുന്നു. ഞാൻ ഫോണിലൂടെ ഞാൻ എപ്പോഴും പറയും, മാതാവേ എനിക്ക് ഓടിയൊന്നും വരാൻ പറ്റത്തില്ല. കാരണം ഒറ്റയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും, എനിക്ക് പണിയാൻ മാത്രമേ വിധിയുള്ളൂ മാതാവേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഓടിപ്പോകുന്നത് ഞാൻ പണിയുന്ന സ്ഥലത്ത് വെച്ചാണ് എല്ലാ മക്കൾക്കും വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ക്യാൻസർ രോഗികളെ ഞാൻ നോക്കാൻ പോകും. എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ക്യാൻസർ രോഗിനെ നോക്കാൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാം, ആർക്കും ഇഷ്ടമില്ല ക്യാൻസർ രോഗിനെ നോക്കാൻ, ചേച്ചിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു പേടിയില്ല. കാരണം എനിക്കെന്താ രോഗം വരുന്നതെന്ന് എനിക്ക് സർവശക്തനായ ദൈവം യേശുനാഥന് മാത്രമേ അറിയാവുള്ളൂ. അത് കാരണം എനിക്കൊരു പേടിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. കാലും കൈയും വയ്യാത്തവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യുന്ന ആശുപത്രികളിലും ഞാൻ വീടുകളിലുമാണ്. ഞാൻ ആശുപത്രികളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കുറേ സമയം, രാവിലെ പോയാൽ ഞാൻ 6, 6, 7 ആകുമ്പോഴേ ഞാൻ വീട്ടിൽ വരുള്ളൂ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളോടൊക്കെ ഞാൻ പങ്കുവെക്കും. അവരോടൊക്കെ ഇന്ന പോലെ ഞാൻ എല്ലാവരോടും ഞാൻ പറയാം. എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾ അമ്മേനെ വിശ്വസിക്കണം. അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. യേശുനാഥനും അതുപോലെ തന്നെ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി അമ്മച്ചിയുടെ അടുത്താണ് താമസം. അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങളെ കിടക്കാൻ വിളിക്കും. ആ അമ്മച്ചി എന്നോട് പറയും, നീ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഇളയ ആങ്ങളെ ഒരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായിരുന്നു. അവന് വർത്താനം പറയാത്ത കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കും, നിനക്ക് തരുമെന്ന് പറഞ്ഞു. അടുത്തുള്ള പള്ളിയിൽ പോയി, കുരിശുപള്ളിയിൽ പോയി ഞാൻ അവന് വേണ്ടി മെഴുകുതിരി മേടിച്ച് കത്തിക്കുമായിരുന്നു. അവൻ ആയിന്ന് പോലും പറയാത്ത അവൻ നല്ലപോലെ വർത്താനം പറഞ്ഞ് നല്ലപോലെ സൂപ്പറായിട്ട് അവൻ പാട്ട് പാടുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ഏറ്റതിന് ശേഷം എല്ലാം ഇതുപോലെ ഓരോരുത്തർക്കും ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് കൊടുക്കും. അതുപോലെ നിങ്ങളും ആകണം എന്ന് യേശു എനിക്ക് ഏറ്റവും വലിയ എനിക്ക് യേശു ആദ്യം ഒരു അനുഭവം, എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് അനുഗ്രഹം തന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ബുദ്ധി കുറവുള്ള ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട്, ഭയങ്കര വിശപ്പുള്ള ആങ്ങളയായിരുന്നു, അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്നു വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം അരിയില്ലായിരുന്നു വന്ന സമയത്ത് ഞാൻ കുടത്തിൽ കിടന്ന ഒരു അരിയിട്ട് കഞ്ഞി വെച്ചാൽ അതുപോലെ തന്നെ യേശു എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ കലം നിറച്ചെനിക്ക് ചോറും. ഈ മാതാവിന് ഈശോയ്ക്ക് നന്ദി ഞാൻ പറയുന്നു. മാതാവേ, യേശുവേ നന്ദി, സ്തുതി, മഹത്വം.